എടോ പട്ടരെ, IAS എന്നാൽ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ സർവീസാണ്, അല്ലാതെ ഇന്ത്യൻ അബ്കാരി സർവീസ് അല്ല. സഹദേവൻ, ദാസപ്പൻ, മാത്തുക്കുട്ടി ഇവരൊക്കെ ആരാണെന്ന് തനിക്കറിയാമോ? കോടീശ്വരന്മാരായ അബ്കാരി കോൺട്രാക്ടേഴ്സ് ആണ്. ഇവർ സർക്കാരിന് വരുത്തിവെച്ച ക്രിസ്തു കുടിശ്ശിക്ക് അവധി കൊടുക്കാൻ തനിക്ക് ആരാടോ അധികാരം തന്നത്? എത്ര രൂപ വാങ്ങിയടോ അവരെന്ന് കൈക്കൂലി? മാഡം, അത് പാർട്ടി സെന്ററിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഞാൻ. എടോ, പാർട്ടി സെന്റർ അല്ല, സ്റ്റേറ്റ് ആണ് ഇവിടെ ഭരിക്കുന്നത്. ആൻഡ് ഐ ആം ദി റവന്യൂ മിനിസ്റ്റർ ഓഫ് ദി സ്റ്റേറ്റ്. മാഡം, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? എടുത്തോണ്ട് പോടോ ഇതൊക്കെ. മേലാൽ ഈ മാതിരി ഫയലുകൾ കൊണ്ട് ഇവിടെ വരരുത്. എവിടെയാവർ? ദേവേടത്തി വന്നിട്ട് അധിക നേരമായോ? ഒന്ന് വിളിക്കായിരുന്നില്ലേ? വരൂ. എന്താ ദേവേടത്തി പതിവില്ലാതെ? ഇരിക്കൂ. വേണ്ട, എന്റെ മോൻ എവിടെ ഉണ്ടെന്ന് അറിയണം. അത് എന്റെ പൊസിഷൻ നിങ്ങൾക്കറിയില്ല. ഐ എം ഹെൽപ്ലെസ്. നിങ്ങൾക്കറിയില്ലേ ഇവന്മാർക്ക് സെന്റിമെന്റ്സ് ഒന്നുമില്ലെന്ന്? നിങ്ങൾക്ക് മകനാണെങ്കിൽ എനിക്കെന്റെ എല്ലാമായിരുന്ന തോമാച്ചനെ അവസാന കാലത്തൊന്ന് കാണാൻ പോലും അനുവദിച്ചിട്ടില്ല. അത് പോട്ടെ, മുഖ്യമന്ത്രിയെ കണ്ടില്ലേ? വീട്ടിൽ പോയിരുന്നു. അനന്തനെ ഒന്ന് കാണാനാണ് അയാൾ പറഞ്ഞത്. പക്ഷെ ഞാൻ... ദേവേടത്തി മടിക്കണ്ട, അനന്തേട്ടനെ ഒന്ന് കണ്ടേക്ക്. പാർട്ടിയുടെ നയസമീപനങ്ങൾക്ക് വിരുദ്ധമായാണ് മുഖ്യമന്ത്രിയുടെ പോക്ക്. പോലീസിൽ മാത്രമല്ല, വനം, റവന്യൂ, മരാമത്ത് ഇക്കണ്ട ഒരു വകുപ്പിലെയും അഴിമതി അവസാനിപ്പിക്കാൻ അങ്ങോർക്കാവില്ല. ചുമ്മാ ബീഡിയും വലിച്ച് വഷളത്തും പറഞ്ഞ് നടക്കുകയല്ലാതെ ആ നായർക്ക് എന്ത് കഴിയും? ഒരു മുഖ്യമന്ത്രിയാകാൻ എന്ത് യോഗ്യതയാണ് അയാൾക്കുള്ളത്? ഇതിന് ഞാനെന്ത് പറയാന്? എന്റെ മകന്റെ കാര്യം അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പോലീസിനെ നിയന്ത്രിക്കാതെ കയറൂരി വിട്ടതിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ളത്. രാഘവേട്ടന്റെ മകൻ എനിക്ക് അന്യനല്ല. ബാലനെ പാർട്ടിയുടെ യൂത്ത് വിംഗ് ലീഡറാക്കിയത് തന്നെ ഞാനാണ്. പോലീസ് അവനെ എവിടെ ഒളിപ്പിച്ചാലും ഞാൻ കണ്ടെത്തും. പക്ഷേ ഈ ജുഡീഷ്യറിയുടെ കാര്യത്തിൽ എന്ത് ചെയ്യാൻ കഴിയും? അവന്റെ പേരിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്നത് കൊലക്കുറ്റമാണ്. കൊല്ലപ്പെട്ട സ്കറിയയുടെ മരണം പ്രതി ബാലചന്ദ്രന്റെ കുത്തേറ്റാണ് സംഭവിച്ചതെന്ന് സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല. ഈ ആക്രമണത്തിൽ ബാലചന്ദ്രനോടൊപ്പം പങ്കെടുത്ത കൂട്ടുപ്രതികളെ കോടതിയിൽ ഹാജരാക്കാൻ സാധിക്കാതെ വന്നതും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ കഴിവുകേടായി വേണം കരുതാൻ. എന്നാലും സ്കറിയയുടെ മരണത്തിനിടയാക്കിയ സംഘട്ടനത്തിൽ പ്രതിയായ ബാലചന്ദ്രനുള്ള പങ്ക് കണക്കിലെടുത്ത് IPC 323, 109, 34 എന്നീ വകുപ്പുകൾ പ്രകാരം ബാലചന്ദ്രന് 5 വർഷത്തെ കഠിന തടവ് നൽകിക്കൊണ്ട് ഈ കോടതി വിധിച്ചിരിക്കുന്നു. ശിവൻ, എഴുന്നേക്ക്. കോടതിയിലേക്ക് പോവാൻ സമയമായി. പെട്ടെന്നാവട്ടെ. ഇയാൾ ഇവിടെ എത്തിയല്ലേ? എന്നെ പോലീസിന് ഒറ്റിക്കൊടുത്ത പരമ മാറി. നീ നോക്കിക്കോ. ബാലേട്ടാ, വരൂ. കോളേജിൽ കുഴപ്പമുണ്ടാക്കിയതിന് ശിവനെ പുറത്താക്കിയെന്ന് ഞാൻ അറിഞ്ഞു. പിന്നെ അവൻ വീട്ടിൽ വന്നിട്ടില്ല. നാടകത്തിന് പോയതുകൊണ്ട്
എനിക്ക് അന്വേഷിക്കാനും കഴിഞ്ഞില്ല. ശിവനെ എനിക്കൊന്ന് കാണണം. എവിടെ പോയി അന്വേഷിക്കാനാ? ഒരു യഥാർത്ഥ വിപ്ലവകാരി എന്തും ത്യജിക്കാൻ തയ്യാറാകണം. വീട്, കുടുംബം, വിദ്യാഭ്യാസം തുടങ്ങി അവന്റെ ജീവൻ വരെ. ശിവൻ, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. ഇങ്ങോട്ടൊന്ന് വരും. നേരത്തെ നിന്റെ കൂട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഞാനൊന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അനിയ, നിന്റെ ഈ പോക്ക് ശരിയല്ല. ഭരണകക്ഷിയുടെ അണിയിൽപ്പെട്ടവർക്ക് അങ്ങനെ തോന്നും. അധികാരമോഹം അല്ലാതെ മറ്റു വല്ല ലക്ഷ്യമുണ്ട് നിങ്ങളുടെ പാർട്ടിക്ക്? ജനങ്ങളെ വഞ്ചിച്ച് ആവോളം ചൂഷണം ചെയ്യും. ശിവൻ, പഴയ ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ പിന്മുറക്കാരായ മൂത്തു നിറച്ച ചില നേതാക്കന്മാരെ വാഴിക്കാൻ വേണ്ടി നിങ്ങൾ വിടുപണി ചെയ്തോളൂ. ഞങ്ങൾ അതിന് കിട്ടില്ല. തറവാട്ടിലേക്കുള്ള പാട്ടവും വാരവും നിലച്ചപ്പോൾ സോഷ്യലിസവും കമ്മ്യൂണിസവും പറഞ്ഞ് പാവങ്ങളെ വീണ്ടും അടിമകളാക്കാൻ വന്ന പെറ്റി ബൂർഷുകളല്ലേ നിങ്ങളുടെ നേതാക്കന്മാർ? ആ കടൽ കിഴവന്മാരുടെ മരവിച്ച ബുദ്ധി കടമെടുത്ത് ഞങ്ങളെ ഉപദേശിക്കാൻ വരരുത് പ്ലീസ്. നേതാക്കന്മാരെ ഒന്നും പറയണ്ട. ചുവന്ന പ്രഭാതം രചിച്ച നാടകൃത്തല്ലേ സഖാവെ നിങ്ങൾ? ആ പ്രഭാതം കാണാൻ ഇരുട്ടിനോട് പൊരുതി വരുന്ന യുവാക്കളുടെ വഴി മുടക്കരുത്. ഞങ്ങളുടെയൊക്കെ ഉള്ളിലെ തീ അണയ്ക്കാൻ ശ്രമിക്കരുത്. വെറുതെ തീയിലേക്ക് ആടി സ്വയം നശിക്കരുതെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന തത്വം ഒന്ന് തന്നെയാണ്. ലക്ഷ്യവും മാർഗത്തിനേ ഉള്ളൂ വ്യത്യാസം. ജനാധിപത്യവും അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള രാജ്യത്ത് അധികാരം പിടിച്ചെടുക്കാൻ ആയുധത്തിന്റെ ആവശ്യമില്ല. നേരെ വരാൻ വാതിൽ തുറന്നിരിക്കുമ്പോ ഓടിളക്കി അകത്തേക്ക് വരേണ്ട കാര്യമില്ലല്ലോ. ഇതിനെയാണ് സഖാവെ മുരട്ട് തത്വവാദം എന്ന് പറയുന്നത്. ശിവൻ വരൂ. ശിവൻ, എടാ, നിനക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു സഹോദരിയുണ്ട്. അവളുടെ കണ്ണീരും വേദനയും കണ്ടാ ഞാനിങ്ങോട്ട് വന്നത്. വല്ലപ്പോഴും ആ ചേച്ചി ഒന്ന് ഓർക്കണം. ഗോപുരമേടയിൽ നർത്തനമാടാം നോപുരമണിയും നീ മണി നോപുരമണിയുമ്പോൾ. ഗുഡ്സ്. അഗസ്റ്റിൻ, കൊള്ളാം, നന്നായിട്ടുണ്ട്. അടുത്ത സോങ് എപ്പോ തരും? അത് മറ്റേ തരാം. പിന്നെ ഇത് കുറച്ചുകൂടെ പാത്തോസ് ആയ നന്നായിരിക്കും. ശരി, നോക്കാം. സുശീലയ്ക്ക് എന്റെ വരികൾ ഇഷ്ടമായോ? വളരെ ഇഷ്ടായി. ആ കഥാപാത്രത്തിന്റെ വേദന എനിക്ക് മനസ്സിലാവും. അവൾ ഞാൻ തന്നെയാണെന്ന് തോന്നുന്നു. ബാലേട്ടൻ എന്നെ കണ്ടിട്ട് എഴുതിയതുപോലെ.